ഓഫർ പ്രൈസ് ആണ്. അപ്പോൾ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതാണു സീറോ ഡൗൺ പേയ്മെന്റ് തന്നെ ഇറക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വണ്ടി. അതും നമുക്ക് ഓഫർ പ്രൈസ് ആണ്. വെറും 11,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ, 24 മോഡൽ കേട്ടോ. വണ്ടിയാണ് 2020 രജിസ്ട്രേഷൻ ഉണ്ട്. 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ZXi ആണ് വണ്ടി വരുന്നത്. ഏറ്റവും ടോപ്പ് എൻഡില് ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. ഓണർ ആണ് വണ്ടി. അതുമല്ല ഇതിന്റെ പ്രത്യേകത നമുക്ക് ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ഫുൾ ലോണിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, എമൗണ്ട് ഇല്ലാതെ വണ്ടി കൊണ്ടുപോകാം. അപ്പോൾ അതാണ് സീറോ ഡൗൺ പേയ്മെന്റിൽ ഉണ്ടാവും. വെറും 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്. എത്ര SUV ആണ് ഇത്? നമുക്ക് ഓട്ടോമാറ്റിക് ആണ്. ഇത് നമുക്ക് ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ₹1 പോലും ഇല്ലാതെ ഇറക്കാൻ പറ്റുന്ന ഒരു കിഡ്ലം സ്കോഡ കുഷാക്ക്. അത് ഓട്ടോമാറ്റിക് 1 ലിറ്റർ ടർബോ TSI ഓട്ടോമാറ്റിക്. അത് നമ്മളൊന്ന് ബഡ്ജറ്റ് പ്രൈസിൽ ഒത്തിരി നല്ല വാഹനങ്ങളായിരുന്നു MKL തന്നെയാണ്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ക്രിസ്റ്റകളുടെ നല്ലൊരു കളക്ഷൻ ആയിരുന്നു. അപ്പോൾ ഇന്ന് അത്യാവശ്യം നമുക്ക് സാധാരണക്കാരൻ്റെ ബഡ്ജറ്റിൽ ഒത്തിരി നല്ല വാഹനങ്ങളുണ്ട്. അപ്പോൾ MKL ലൊക്കേഷൻ വന്ന് മലപ്പുറം ജില്ലയിൽ വള്ളംപുറത്താണ്, പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ. വള്ളംപുറത്ത് നിന്ന് നമുക്ക് മലപ്പുറം ഭാഗത്ത് ഒരു ജസ്റ്റ് ഒരു 30 മീറ്റർ പോകുന്നാലും നമുക്ക് MKL ഷോറൂം കാണാം. നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ പൈസൽക്കാൻ നമ്മളൊരു ഹാച്ച് ബാഗ് അല്ല, ഒരു കിഡ്ലം വണ്ടിയാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസും മൈലേജും അതേപോലെ സ്റ്റെബിലിറ്റി ഒക്കെ നെക്സ ചാനൽ വഴി മാരുതി ഇറക്കുന്ന ഒരു അടിപൊളി വാഹനമാണ് മാരുതി സുസുക്കി ഇഗ്നിസ്. അത് നമുക്ക് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. അത് ഇത് ഓട്ടോമാറ്റിക് ആണ് അതോ മാനുവൽ ആണ്? ഓട്ടോമാറ്റിക് ആണ്. 2024 മോഡൽ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡില്ല. സിംഗിൾ ഓണർ ആണ്. ആകെ കിലോമീറ്റർ 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 11,000 കിലോമീറ്റർ തീരെ ഓടിയിട്ടില്ല എന്ന് പറയാം. സോ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക്, അത് മോഡൽ കൂടിയ ഒരു വണ്ടിയില്ല. ഓൺഷിപ്പ് സിംഗിൾ ആണ് അല്ല. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? 595 ഓഫർ പ്രൈസ് ആണ്. അപ്പൊ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതാണു സീറോ ഡൗൺ പേയ്മെന്റ് തന്നെ ഇറക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വണ്ടി. അതും നമുക്ക് ഓഫർ പ്രൈസ് ആണ്. വെറും 11,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ, 24 മോഡൽ കേട്ടോ. അത് നമുക്ക് നല്ല ഫീച്ചേഴ്സും നല്ല ഒരു വാഹനമൊക്കെ നോക്കുന്നവരെ സംബന്ധിച്ചിട്ടാണോ സൺറൂഫ് കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന സിറ്റിയുടെ 4th ജെൻ അല്ല. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 15 മോഡൽ. ഡീസൽ ആണോ പെട്രോൾ ആണോ വരുന്നത്? ഓട്ടോമാറ്റിക് ആണ്. സോ CVT ഓട്ടോമാറ്റിക്കില് നല്ല കംഫർട്ടും നല്ല അത്യാവശ്യം നമുക്ക് മെയിൻ്റനൻസ് കുറവും നല്ല ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനമാണ്. സോ നല്ല പിന്നെ പൊതുവേ നമുക്ക് നല്ലൊരു ഫാമിലിക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. 15 മോഡൽ വണ്ടിയില്ല. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 90,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഒരു വാഹനം? 5 നമ്മൾ ആസ്ക് ചെയ്യുന്നത് എന്തെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം നമുക്കൊരു പ്രീമിയം ലെവലിൽ വരുന്ന സെഗ്മെന്റ് ആണ്. ട്രാക്ക് കാര്യങ്ങൾ ഒരു 19 രൂപക്ക് വണ്ടി ഇറക്കും ചെയ്യാം. വീണ്ടും നമുക്കൊരു ഓട്ടോമാറ്റിക് വാഹനം തന്നെയാണ്. അത് നമുക്ക് ഇതാണ് ഒരു വാഗ്നർ വൈറ്റ് ഫിനിഷിംഗ് ആണ്. KL 27 രജിസ്ട്രേഷനിൽ ഇതാണ് 2019 മാനുഫാക്ചറിംഗ് 20 രജിസ്ട്രേഷനില്ല. ഇത് ഓട്ടോമാറ്റിക് തന്നെയാണ് വരുന്നില്ല. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2019 വണ്ടിയാണ്. 2020 രജിസ്ട്രേഷൻ ഉണ്ട്. 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ZXi ആണ് വണ്ടി വരുന്നത്. ഏറ്റവും ടോപ്പ് എൻഡില് ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത് അല്ല. സെക്കൻഡ് ഓണർ അല്ല. 65,000 കിലോമീറ്റർ. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 5 രൂപയാണ്. അപ്പോൾ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഒരു 10-30 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അത് വീണ്ടും നമുക്ക് ചെറിയൊരു ബഡ്ജറ്റ് ഇറക്കാൻ പറ്റുന്ന ഒരു മാരുതി സുസുക്കി A-Star ആണ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇത് 2014 ഓട്ടോമാറ്റിക് ആണ്. ഇത് ഓട്ടോമാറ്റിക് തന്നെയാണ് അല്ലേ. അത്യാവശ്യം നമുക്ക് ബഡ്ജറ്റ് പ്രൈസിലുള്ള നമുക്ക് ലോ കിലോമീറ്റർ അത്യാവശ്യം നല്ല ഓട്ടോമാറ്റിക് വാഹനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്. 14 മോഡൽ സെക്കൻഡ് ഓണർ CVT ഓട്ടോമാറ്റിക്. അപ്പോൾ നമുക്ക് ഇന്ന് പ്രീമിയം ലെവലിലേക്ക് വരുന്ന ഒരു ഗിയർ ബോക്സ് ആണ് അല്ലേ. ഇത് എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 190 അല്ലേ. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റും? ഇത് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് ലോൺ എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഒരു 10-50 ചെയ്യാം. 19 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. SUV ആണ്. ഇത് നമുക്ക് ഓട്ടോമാറ്റിക് ആണ്. ഇത് നമുക്ക് ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ₹1 പോലും ഇല്ലാതെ ഇറക്കാൻ പറ്റുന്ന ഒരു കിഡ്ലം സ്കോഡ കുഷാക്ക്. അത് ഓട്ടോമാറ്റിക് 1 ലിറ്റർ ടർബോ TSI ഓട്ടോമാറ്റിക്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2022 മോഡൽ അല്ല. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഓടിയിട്ടുള്ളത് കറക്റ്റ് 20,000 കിലോമീറ്റർ ആണ്. അതും സിംഗിൾ ഓൺഷിപ്പ് വണ്ടി അല്ല. എത്ര നമ്മൾ ചോദിക്കുന്നത് ഈ വാഹനത്തിന്? 10 ലക്ഷം രൂപ. അതും ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ ഓൺ നമുക്ക് ഈ വാഹനം ഇറക്കാം കേട്ടോ. അടുത്ത നമുക്ക് വീണ്ടും നമുക്കൊരു ഹോണ്ടയുടെ വാഹനമാണ്. ഹോണ്ട ജാസ് ഡീസലാണ്. ഏകദേശം നമുക്ക് ലോങ് ഡ്രൈവിൽ 24 വരെ മൈലേജ് കിട്ടുന്ന ഡെയിലി യൂസിന് പറ്റുന്ന നല്ലൊരു കിട്ടുന്ന ഹാച്ച് ബാഗ്. പക്ഷെ നമുക്കൊരു സെഡാന്റെ സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനമാണ് അല്ലേ. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2015 ആണ്. 1 രൂപ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് RC കൊണ്ട് റീ ആണ് വണ്ടി വരുന്നത്. നമുക്ക് 3,70,000 രൂപ വാങ്ങി കൊടുക്കാം. 3.75 ഡീസലില് ഏകദേശം നമുക്ക് 22 മൈലേജ് ഉണ്ടാവും. 22 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഏകദേശം ട്രാക്കിനായി 19 രൂപക്ക് വണ്ടി ഇറക്കും ചെയ്യാലോ. അടുത്ത് നമുക്കൊരു മാരുതി സുസുക്കി ബലേനയാണ്. നമുക്കൊരു നെക്സ ബ്ലൂ ഫിനിഷിംഗിൽ വരുന്ന ഒരു വാഹനം.
ഇത് ഡീസലാണോ അതോ പെട്രോൾ ആണോ വരുന്നത്? ഡീസലാണ് 2018 മോഡലാട്ടോ. ഡീസൽ ഏകദേശം ഇത് ഈ ഒരു 22 മൈലേജ് കിട്ടൂല ലോങ് ഡ്രൈവില്. അപ്പൊ ഡെയിലി യൂസിന് നല്ല മൈലേജ് കിട്ടുന്ന ഒരു അടിപൊളി വാഹനമാണ്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് RC ഓണർ ആണ്. ഇത് നമ്മൾ ചോദിക്കുന്ന വില 6 ലക്ഷം രൂപയുടെ. പക്ഷെ അതിൽ നമ്മൾ താഴ്ത്തി ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തു കൊടുക്കും. മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറങ്ങാം. അടുത്ത ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്ന ഒരു വാഹനമാണ് ടയോട്ടന്റെ എത്തിയോസ് ലിവ. അത് പ്ലാറ്റിനം ടൈപ്പിൽ ഡീസലില് ഏകദേശം നമുക്ക് നല്ല 20-21 മൈലേജും ലോ മെയിൻ്റനൻസും വരുന്ന ഒരു വാഹനം അല്ല. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2015 GD ആണ്. ഓണർഷിപ്പ് വരുന്നത് 4th ആട്ടോ. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ? ഇത് കിലോമീറ്റർ 1.16 ഓടിയിട്ടുണ്ട്. ഇത് നമുക്ക് ആസ്ക് ചെയ്യുന്നത് 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപ ചെറിയൊരു ബഡ്ജറ്റിനും ഉണ്ടാവും. അത്യാവശ്യം നമുക്ക് ലോ ബഡ്ജറ്റിൽ നല്ല മെയിൻ്റനൻസ് കാര്യങ്ങൾ കുറവുള്ളൊരു വണ്ടിയാണ് അല്ലേ. അടുത്ത് നമുക്കൊരു ചെറിയൊരു ബഡ്ജറ്റിൽ ഇറക്കുന്നത് ഒരു ഓൾട്ടോ 800 ആണ്. 2016 മോഡൽ വണ്ടി അല്ല. VXI ആണ്. KEL 55 തിരൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഗ്രാനൈറ്റ് ഗ്രേ ഫിനിഷിംഗ് ആണ് വരുന്നത്. ഇന്ത്യയിലൊക്കെ നല്ല അടിപൊളിയാണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, ഫോഗ് ലാമ്പ്, അതേപോലെ തന്നെ നമുക്ക് ന്യൂ ഷേപ്പിലെ സെക്കൻഡ് ജനറേഷൻ ആണ് വരുന്നത് ഓൾട്ടോ 800 അല്ല. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? കിലോമീറ്റർ 1.10 ഓടിയിട്ടുണ്ട്. VXI ആണ് പറഞ്ഞത്. 2016 മോഡൽ. ഇത് നമ്മൾ ചോദിക്കുന്ന വില 2.4 കേട്ടോ. 2.4 അല്ല. ഏകദേശം നമുക്ക് ഒരു 10-20 രൂപയ്ക്ക് വണ്ടി ഇറക്കാം അല്ല. അടുത്തൊരു ടാറ്റ നെക്സോൺ ആണ്. ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ വരുന്നത്? പെട്രോൾ ആണ്. 2017-19 രജിസ്ട്രേഷൻ ആണ് വണ്ടി വരുന്നത്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇനിയിപ്പോ വേറെ എന്താ വെച്ചാൽ ഇത് ഓൾറെഡി ഇതിൽ എന്തുണ്ട്, നമ്മൾ എക്സ്ട്രാ CNG കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ മൈലേജിന്റെ കാര്യത്തിൽ ടെൻഷനും വേണ്ട. സിംഗിൾ ഓണർ ആണ്. XT ആണ് ഓപ്ഷൻ വരുന്നത്. 1.30 ഓടിയിട്ടുണ്ട്. നമ്മൾ ആസ്ക് ചെയ്യുന്നത് 5,25,000 രൂപ. 5,20,000 അതിനും താഴെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്തു കൊടുക്കും. സോ മൈലേജ് ഒക്കെ നോക്കുന്നവർക്ക് നമുക്ക് മെയിൻ്റനൻസ് കുറവിൽ CNG ആഡർ ആയിട്ടുള്ള സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന ഒരു വാഹനമാണ്. ട്രാക്കിന് പോയി 10-30 രൂപയ്ക്ക് വണ്ടി ഇറക്കും ചെയ്യാം അല്ല. അടുത്തത് നമുക്ക് റിഡ്സ് ആണ്. ഡീസൽ വണ്ടിയാണ്. സോ ഡെയിലി യൂസിന് നല്ല സാധാരണ ഫാമിലിക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. കാരണം ലോ മെയിൻ്റനൻസ് അതേപോലെ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന 2012 മോഡൽ വണ്ടി അല്ല. 2012 VDI 1.40 പോയിട്ടുണ്ട്. തേർഡ് ഓണർ ആണ്. ഇത് നമ്മൾ ചോദിക്കുന്നത് 2.4 എന്തെങ്കിലും ചെറിയ രീതിയിൽ അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്തു കൊടുക്കാം. ഏകദേശം നമുക്ക് ചെറിയൊരു 19 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കും ചെയ്യാം. ഡീസൽ ഏകദേശം 18-20 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നൊരു വണ്ടിയാണ് വിത്ത് ഫാൻസി നമ്പർ. പ്രീമിയം ലെവലിൽ വരുന്ന 2 വാഹനങ്ങളാണ്. ഫസ്റ്റ് തന്നെ ഒരു ഫോക്സ് വാഗൻ വെൻഡോ ആണ്. കോഫി ബ്രൗൺ ഫിനിഷിംഗ് ആണ്. ഫാൻസി നമ്പറിൽ KEL 8 തൃശ്ശൂർ രജിസ്ട്രേഷൻ. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2015 ആട്ടോ. 2015 ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വണ്ടി. സോ നമുക്ക് ഡീസലാണ്. പെർഫോമൻസ്, മൈലേജ്, അതേപോലെ തന്നെ നമുക്ക് പക്ക നമുക്ക് സേഫ്റ്റിയുടെ കാര്യത്തിലൊക്കെ നല്ല പക്ക സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളും അതേപോലെ തന്നെ സ്റ്റെബിലിറ്റി, പെർഫോമൻസ് ഒക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷന്. 1.26 ഓടിയിട്ടുണ്ട്. നമ്മൾ ചോദിക്കുന്ന വില 4.4 അല്ലേ. ഓട്ടോമാറ്റിക് ആണ്. അതിന്റെ പ്രത്യേകത ഡീസൽ. അതാണ് DC ഗിയർ ബോക്സ് ആയിരിക്കും. സോ നല്ല പെർഫോമൻസ്, സ്പോർട്ടി ഒക്കെയാണ്. നമുക്ക് ട്രാക്ക് ഉണ്ടെങ്കിൽ മാക്സിമം ഫുൾ ഓണൊക്കെ ചെയ്യാൻ പറ്റൂല. ലൈനിൽ വരുന്ന ഒരു കിയയുടെ സെൽട്ടോസ് ആണ്. അത് ഇതിന്റെ ഏറ്റവും സ്പെഷ്യൽ എഡിഷനിൽ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റിൽ സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്. ഇത് നമുക്ക് സീറ്റ് വെന്റിലേഷന്, സൺറൂഫ്, അതേപോലെ ക്രൂസ് കൺട്രോൾ എല്ലാം വരുന്നുണ്ട് അല്ലേ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഓക്കെ, 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. പക്ക ലോ കിലോമീറ്റർ വണ്ടിയാണ്. സ്പെഷ്യൽ എഡിഷൻ ആണ്. ഇതിൽ നമുക്ക് ഹെഡ് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 360 ക്യാം, സീറ്റ് വെന്റിലേഷന്, സൺറൂഫ്, ക്രൂസ് കൺട്രോൾ, അങ്ങനെ ഈ ഒരു സെഗ്മെന്റിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനം. ഇത് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഇത് സിംഗിൾ ഓണർ ആണ് വണ്ടി. അതുമല്ല ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ഫുൾ ലോണിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. എമൗണ്ട് ഇല്ലാതെ വണ്ടി കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ 0 ഡൗൺ പേയ്മെന്റിൽ ഉണ്ടാവും. വെറും 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്. എത്ര നമ്മൾ ചോദിക്കുന്നത്? 14 ലക്ഷം രൂപ. അത് ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റൂല. അടുത്തൊരു പ്രീമിയം ലെവൽ വാഹനം നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ ഉണ്ടാകുന്നവർക്ക് ഒരു ബെൻസ് C ക്ലാസ് ബെൻസ് ആണ്. വിത്ത് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നൊരു വണ്ടി. ഒരു വാഗണറുടെ പ്രൈസിനും ഉണ്ടാവും അല്ല. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് 5.4 നമുക്ക് നമ്പറൊക്കെ ആക്കിയിട്ടുള്ള പ്രൈസാണ്. വെറും 5,25,000 രൂപക്ക് നമുക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. സോ നമുക്ക് അത്യാവശ്യം നമുക്ക് 7 സീറ്ററുകളാവട്ടെ, ടയോട്ടൻ്റെ കളക്ഷൻ ആവട്ടെ, ഏത് റേഞ്ചിലുള്ള വാഹനങ്ങളാണ് നമ്മൾ MKL-ലുണ്ട്. സോ ഓട്ടോമാറ്റിക് വാഹനങ്ങൾക്ക് നല്ല ബഡ്ജറ്റിൽ നോക്കി ലോ കിലോമീറ്റർ ഒത്തിരി വാഹനങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. സോ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ വള്ളോമ്പുറത്താണ്. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്ന വീണ്ടും കാണാം. റിയാസ് ആൻഡ് ഫൈസൽ ക സൈനിങ് ഓഫ്.